തൃശൂരിലെ വോട്ടുകൊള്ള വിവാദത്തിലും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയത്തിലും പ്രതിഷേധവുമായി CPI കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂർ ചേരൂരിലെ ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിലെ ബോർഡിൽ പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചു. സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സൂരജ്, വിവരങ്ങൾ എന്താണ് അവിടെ ഇപ്പോൾ സംഭവിച്ചത്? ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് കടുത്ത പ്രതിഷേധത്തിലേക്ക് CPM പോകുന്നു. CPM-ന്റെ മാർച്ച് ഈ സുരേഷ് ഗോപിയുടെ ഓഫീസിന് സമീപം എത്തുന്ന സമയത്താണ് CPM-ന്റെ പ്രവർത്തകനാണ് ബിബിനാണ് സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിലെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ച് തൊട്ടു പിന്നാലെ ചെരുപ്പുമാല ചെരുപ്പുമാല പോലീസ് ആവശ്യപ്പെട്ടതോടുകൂടി ചെരുപ്പുമാല അവിടെ നിന്ന് എടുത്തു മാറ്റി. പിന്നീട് പോലീസ് ഈ ബിബിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. കടുത്ത പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നു. തൃശ്ശൂരിൽ നടക്കുന്ന CPIM പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വോട്ടുകൊള്ള വിവാദത്തിലും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയത്തിലുമാണ് CPIM അവിടെ പ്രതിഷേധിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ ചേരൂരിലെ ഓഫീസിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. അവിടെ സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിലെ ബോർഡിൽ പ്രവർത്തകർ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാല ചാർത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് ചെരുപ്പുമാല അവിടെ നിന്ന് എടുത്തു മാറ്റുകയും ഇപ്പോൾ CPIM പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് CPIM അവിടെ പദ്ധതിയിട്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന ആരോപണം, ആ ആരോപണത്തിന് ശേഷമാണിപ്പോൾ വലിയ പ്രതിഷേധത്തിന് CPIM അവിടെ ഒരുങ്ങുന്നത്. പ്രേക്ഷകർ കാണുന്ന ദൃശ്യം സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിലെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചതിന് ശേഷം ചെരുപ്പുമാല അണിയിക്കാനുള്ള ഒരു ശ്രമം പോലീസ് തടയുന്നു. സൂരജ് സജി ചേരുകയാണ്. സൂരജ്, തുടരാം. ക്രിസ്റ്റീന, ഇപ്പോൾ ആ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തത് ബസ്സിലേക്ക് കയറ്റിയിരിക്കുന്നു. ഈ ബിബിൻ എന്ന് പറയുന്ന CPM പ്രവർത്തകനായിരുന്നു ഈ ഓഫീസിന് നേരെ കരിയോയിൽ ഒഴിച്ചത്. ചേട്ടാ, സ്വന്തം പ്രതിഷേധമാണ്, സ്വന്തം നിലയ്ക്ക് തീരുമാനിച്ചത്? സ്വന്തം പ്രതിഷേധം. മറ്റുള്ള സംസ്ഥാനങ്ങളിലും എല്ലാ മതത്തിലുള്ളവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് നമ്മുടെ ഭാരതത്തിൽ. അതിനെതിരെ പ്രതിഷേധിച്ചു എന്ന് മാത്രം. എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ മാത്രം, വേറെ ഒന്നുമില്ല. ക്രിസ്റ്റീന, നമ്മളിപ്പോൾ കണ്ട CPM-ന്റെ പ്രവർത്തകനാണ് ബിബിൻ എന്നാണ് ബിബിൻ പറയുന്നത്. എന്തായാലും അത് പാർട്ടി നിർദ്ദേശിച്ചതല്ല, സ്വന്തം നിലയ്ക്ക് ഇവിടെ എത്തി തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന നിലയിലാണ് ഈ ഓഫീസിന്റെ ബോർഡിനടക്കം കരിയോയിൽ ഒഴിച്ചത്. തൊട്ടു പിന്നാലെ ബിബിൻ ചെരുപ്പുമാല ചാർത്താനുള്ള ഒരു ശ്രമം നടത്തി. ചെരുപ്പുമാല ചാർത്തുന്ന സമയത്ത് പോലീസ് ഇടപെട്ടുകൊണ്ട് തന്നെ ചെരുപ്പുമാല അവിടെ നിന്ന് അഴിപ്പിച്ച് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ബിബിനെ സമീപത്തെ പോലീസിന്റെ ഒരു ബസ് ഉണ്ടായിരുന്നു, ബസ്സിലേക്ക് കയറ്റുകയായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ഇറക്കി മറ്റൊരു വാഹനത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. CPM-ന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ച് ഇപ്പോൾ പോലീസ് അവിടെ തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡ് മറിച്ച് മുന്നേറാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ പോലീസ് ആകട്ടെ കനത്ത സുരക്ഷ ഒരുക്കിക്കൊണ്ട്, അതായത് ഈ നിലവിലെ ഈ വോട്ടർ പട്ടിക ആരോപണം അടക്കം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശപ്രകാരം പ്രത്യേക പോലീസ് സുരക്ഷ അടക്കം ഈ ഓഫീസിന് ഏർപ്പെടുത്തിയിരുന്നതാണ്. അതിനിടയിലാണ് ഈ മാർച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ശക്തമായ സുരക്ഷ അടക്കം പോലീസിന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ മാർച്ച് ഇപ്പോൾ തടഞ്ഞ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഒരു പ്രവർത്തകൻ സുരേഷ് ഗോപിയുടെ ഓഫീസിൽ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. എന്തായാലും സ്വന്തം ഇഷ്ടപ്രകാരമാണ് കരിയോയിൽ ഒഴിച്ചതെന്ന് ബിബിൻ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ പ്രവർത്തകനെ ഇവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഇറക്കിയിരിക്കുകയാണ്. ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ട് CPM നേതാക്കൾ പോകുന്നതാണ് കാണുന്നത്. എന്തായാലും ബിബിനത ഇപ്പോൾ CPM പ്രവർത്തകർ CPM-ന്റെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകനെ വിളിച്ചുകൊണ്ട് പോകുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോലീസിന്റെ കയ്യിൽ നിന്ന് ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ചത് ബിബിനാണ്. ബിബിനോടുമായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്വന്തം താല്പര്യപ്രകാരമാണ് ഈ കരിയോയിൽ ഒഴിച്ചത് എന്നുള്ളതാണ് ബിബിൻ പറയുന്നത്. അതിൽ പാർട്ടിക്ക് പങ്കില്ല, പാർട്ടി നിർദ്ദേശമായിരുന്നില്ല, മറിച്ച് താൻ സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ ഒരു പ്രതിഷേധം എന്ന നിലയിൽ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബിബിനെ CPM നേതാക്കൾ കൊണ്ടുപോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ശക്തമായ പ്രതിഷേധം അത് CPM-ന്റെ ഭാഗത്തു നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. വലിയ ബാരിക്കേഡ് അടക്കം ഉയർത്തിക്കൊണ്ട് ഈ പ്രവർത്തകരെ എല്ലാവരെയും പോലീസ് തടഞ്ഞിരുന്നു. ആ തടഞ്ഞ സമയത്താണ് പോലീസിന്റെ കണ്ണിൽ പോലും പെടാതെ CPM പ്രവർത്തകർ ഇതിനകത്തേക്ക് ആ ബാരിക്കേഡ് മറികടന്ന് കയറുന്നതും പിന്നീട് അവിടെ നിന്ന് ഈ കരിയോയിലടക്കം ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലീസ് കസ്റ്റഡി എടുത്ത പ്രവർത്തകരെ CPM പ്രവർത്തകർ എത്തിക്കൊണ്ട് മോചിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ആ ബസ്സിൽ നിന്ന് പുറത്തിറക്കുന്ന സമയത്ത് അതിൽ പോലീസുമായി ഒരു അനുനയ ചർച്ച നേതാക്കൾ നടത്തി എന്ന് വേണം നമുക്ക് കണക്ക് കൂട്ടാൻ. ഇപ്പോൾ ഈ സമരം നടക്കുന്ന ഭാഗത്തേക്ക് ബിബിനെയും കൊണ്ട് നേതാക്കൾ പോവുകയാണ്. സമരം നടക്കുന്ന ഭാഗത്തേക്ക് നേതാക്കൾ ബിബിനെയും കൊണ്ട് പോകുന്നതാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂർ ചേരൂരിലെ ഓഫീസിലേക്ക് CPIM-ന്റെ മാർച്ച്, ആ മാർച്ചിൽ പങ്കെടുത്ത ഒരു CPIM പ്രവർത്തകനാണ് ഓഫീസിന് മുന്നിലെ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാല അണിയിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ.